വാട്ട് ഈസ് അപ്പ് ഗൈസ്. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോഡിംഗ് പ്രോബ്ലം എടുത്തിട്ട് നമ്മൾ ലൈവായിട്ടൊന്ന് ചെയ്ത് നോക്കും. അതായത് നിങ്ങൾ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഇപ്പം ബിടെക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ബ്രാഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോഡിംഗ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ പ്ലേസ്മെൻറ്റ്, അതായത് സോഫ്റ്റ്വെയർ കമ്പനീസിലേക്കുള്ള പ്ലേസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കോഡിംഗ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് കോഡ്ഷെഫ് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസിക് പ്രോബ്ലം നമുക്ക് ഇന്ന് ലൈവായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ വരുന്ന ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് എത്താൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു 20 പേരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് എത്താം. നിങ്ങൾ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഇടുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് നേരെ കോഡ്ഷെഫിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. കോഡ്ഷെഫ് നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്ന വെബ്സൈറ്റാണ്. അതുവഴി ഞാൻ കുറേ പ്രോബ്ലംസ് ഒക്കെ ഒത്തിരിയും ചെയ്തിട്ടില്ല, എന്നാലും ഒരുമാതിരിയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ പ്ലേസ്മെൻറ്റ് ടൈമിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇതാണ് കോഡ്ഷെഫിൻ്റെ വെബ്സൈറ്റ്. ഇപ്പോൾ UA ഒക്കെ കുറച്ചുകൂടെ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കോഡ്ഷെഫിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ആദ്യം നിങ്ങളിതിപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് സെഷനിലേക്ക് പോവുക. ഓക്കെ, കമ്പീറ്റ് ഉണ്ട്, അത് വേറെ കോമ്പറ്റീഷൻസ്. പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് കോഡ്ഷെഫിൽ. ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് കാണാൻ ഇഷ്ടം പോലെ ഡിഫിക്കൽട്ടി ലെവലുണ്ട്. അപ്പം നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഒരിക്കലും പാടുള്ള പ്രോബ്ലംസിലേക്ക് പോകരുത്, നിങ്ങൾ മടുത്തു പോകും. അപ്പം ആദ്യം നമ്മൾ ചെയ്യാവുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്ത് അത് എളുപ്പമായിട്ട് വരുമ്പോൾ പിന്നെ ഡിഫിക്കൽട്ടി കൂട്ടി വരിക. ഇല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ പാടുള്ള നോക്കി ഇതെന്നെ കൊണ്ടെങ്കിൽ പറ്റത്തില്ല എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പോകും. നമുക്ക് ഇവിടെ സൈഡിൽ പോപ്പുലർ ടോപ്പിക്സ് ഉണ്ട്. ഇതൊക്കെ ഈ താഴേക്ക് വരുന്നവരും ഇതൊക്കെ കൂടുതൽ അഡ്വാൻസ്ഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ആണ്. നമുക്ക് ബേസിക് പ്രോഗ്രാമിങ്ങിന് ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം തന്നെ നോക്കാം. ഡിഫിക്കൽട്ടി 238, വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗുഡ് ടേൺ. ഇവിടെ ഇതിൽ ഞെക്കുക. ഓക്കെ ഗൈസ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിൽ ഇതാണ് നമ്മുടെ ഈ പ്ലേസ്മെൻറ്റ് ടെസ്റ്റിനൊക്കെ, അതായത് പ്രോഡക്റ്റ് ബേസ്ഡ് നമ്മളെ ഹൈ സാലറി ഉള്ള കമ്പനീസിൻ്റെയൊക്കെ ഒരു പ്ലേസ്മെൻറ്റ് പ്രോസസ്സിന് നമുക്ക് അവർ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം തരും. കോഡ്ഷെഫ് ആയിരിക്കത്തില്ല, അതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അതല്ല, ഏതെങ്കിലും ഇങ്ങനെ പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് നടന്ന പ്ലാറ്റ്ഫോം കാണും. അവിടെ നമുക്കൊരു ടൈംഡ് ടെസ്റ്റ് ആയിരിക്കും, 3 hour അല്ലെങ്കിൽ ഒരു 2 hour. അവിടെ ഒരു 4 to 5 പ്രോബ്ലംസ് ആയിരിക്കും മോസ്റ്റ്ലി കിട്ടുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡിൽ പ്രോബ്ലം കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഇത് സിമ്പിൾ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയുള്ള പ്രോബ്ലം. ഷെഫ് ആൻഡ് ഷെഫീന ആർ പ്ലേയിങ് ഡൈസ്. ഇൻ വൺ ടേൺ ബോത്ത് ഓഫ് ദം റോൾ ദർ ഡൈസ് അറ്റ് വൺസ്. അതായത് ഷെഫും ഷെഫീനയും രണ്ടുപേര് ഡൈസ് കളിക്കുകയാണ്. അതായത് നമ്മുടെ ഡൈ ഇല്ലേ, മറ്റേ സാധനം 1 2 3 4 5 6 എന്നുള്ള ഡൈ. രണ്ടുപേരും ഡൈസ് ഇടുന്നു. ദേ കൺസിഡർ ടു ഇറ്റ് എ ടേൺ ടു ബി ഗുഡ് ഇഫ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ദ ഡൈസ് ഇസ് ഗ്രേറ്റർ ദാൻ 6. അതായത് ഇപ്പോൾ ഒരാളുടെ ഡൈയിൽ 1 വീണു, മറ്റേ ആളുടെ ഡൈയിൽ 5 വീണു. അപ്പോൾ സം എത്രയാണ്? 6. അപ്പോൾ അതൊരു ഗുഡ് ടേൺ അല്ല. പക്ഷേ ഇപ്പോൾ ഒരാളുടെ 3 മറ്റേതിൽ 5 വീണ് സം എത്ര? 8. അപ്പോൾ അതൊരു ഗുഡ് ടേൺ ആണ്. അതാണ് ഇവർ പറയുന്ന കൺസെപ്റ്റ്. നമ്മൾ ചെയ്യേണ്ടതാണ്, ഗിവൺ ദാറ്റ് ഇൻ എ പർട്ടിക്കുലർ ടേൺ ഷെഫ് ആൻഡ് ഷെഫീന ഗോട്ട് എക്സ് ആൻഡ് വൈ ഓൺ ദ റെസ്പെക്റ്റീവ് ഡൈസ്. ഷെഫിൻ്റെ ഡൈയിൽ എക്സ് എന്നുള്ള നമ്പർ വീണു, ഷെഫീനയുടെ ഡൈയിൽ വൈ എന്നുള്ള ഡൈ വീണു. ഫൈൻഡ് വെദർ ദ ടേൺ വാസ് ഗുഡ്. നമുക്ക് ഇൻപുട്ടായിട്ട് അവർ തരുന്നത് ഷെഫിൻ്റെ ഡൈയുടെ നമ്പരും ഷെഫീനയുടെ നമ്പരും തരും. ബേസിക്കലി നമ്മുടെ പ്രോഗ്രാമിൽ ചെയ്യേണ്ട എന്താണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് 6-നേക്കാൾ കൂടുതലാണോ നോക്കണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 6-നേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഗുഡ് ടേൺ ആണ്, അല്ലെങ്കിൽ അല്ല. അത്രേ ഉള്ളൂ ബേസിക്കലി പ്രോബ്ലം. ഇത് വളരെ സിമ്പിളാണ്. ബേസിക് അഡീഷൻ ആൻഡ് ചെക്കിംഗ് ഇഫ് ദാറ്റ് സം ഈസ് ഗ്രേറ്റർ ദാൻ 6. നമുക്ക് ഇനി എന്താണ് നോക്കേണ്ടത്? ഇൻപുട്ട് ഫോർമാറ്റ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് ഗൈസ്. നമ്മൾ ഈ കോഡിംഗ് പ്രോബ്ലംസിലൊക്കെ, അതായത് അവർ തരുന്ന ഇൻപുട്ട് ഫോർമാറ്റ്. ഫസ്റ്റ് എപ്പോഴും മോസ്റ്റ്ലി നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ആയിരിക്കും. അതായത് അവർ പല ടെസ്റ്റ് കേസസ് തരും, ഒരൊറ്റ കേസ് ആയിരിക്കത്തില്ല. ഒരു കേസിൽ ഇപ്പം ഈ പറഞ്ഞ ഷെഫീനയുടെ ഡൈസിൻ്റെ നമ്പർ എക്സ് ആൻഡ് വൈ. ഇപ്പം നമുക്കൊരു ഇപ്പം 3 5 എന്ന് പറഞ്ഞ ഒരൊറ്റ ടെസ്റ്റ് കേസ് ആയിരിക്കത്തില്ല, കുറേ ടെസ്റ്റ് കേസസ് അവർ തരും. അതെല്ലാം നമ്മുടെ പ്രോഗ്രാം പാസ് ചെയ്യണം. അതായത് ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ഹാർഡ് കോഡ് ചെയ്ത് വെച്ചാൽ പോരെ. ഇപ്പോൾ അവർ 5ഉം 3ഉം തന്നു, അല്ല ഇപ്പോൾ എന്ത് തന്നാലും നമ്മൾ ഇപ്പോൾ ഒരൊറ്റ ടെസ്റ്റ് കേസ് ഉള്ളതെന്ന് വെച്ചോ, അതിൻ്റെ ആൻസർ ഒന്ന് യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. നമ്മൾ വെറുതെ പ്രിന്റ് യെസ് എന്ന പ്രോഗ്രാം അടിച്ചു കഴിഞ്ഞാൽ അത് സക്സീഡ് ആവും.
ഇവിടെ അങ്ങനെയല്ല. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്. സോ അത്രയും ഡിഫറെൻറ്റ് നമ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് ഫോർ എക്സാമ്പിൾ 10 ഇൻപുട്ട് എടുക്കണം. എന്നിട്ട് 10 തവണ ഇൻപുട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ആൻസർ യെസ് ആണോ നോ ആണോ എന്ന് പ്രിൻറ്റ് ചെയ്യണം. സോ അതാണ് ഇവിടെ പറയുന്നത്. ഫോർ ഈച്ച് ടെസ്റ്റ് കേസ് ഔട്ട്പുട്ട് ഓൺ എ ലൈൻ യെസ് ഇഫ് ദ ടേൺ വാസ് ഗുഡ് ആൻഡ് നോ അതർവൈസ്. സോ ഈച്ച് ക്യാരക്ടർ ഓഫ് ദി ഔട്ട്പുട്ട് മേ ബി പ്രിൻറ്റഡ് ഇൻ ഐദർ അപ്പർ കേസ് ഓർ ലോവർ കേസ്. സോ ഇവിടെ സ്ട്രിങ് കണ്ടീഷൻ ഒന്നുമില്ല. യെസ് അപ്പർ കേസിലോ ലോവർ കേസിലോ യെസ് നോ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാം. സോ പിന്നെ ഉള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് കൺസ്ട്രെയിൻസ്. ഇവിടെ ടെസ്റ്റ് കേസസ് 100 എണ്ണേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞ ഇത് കണ്ടോ, ഡിഫറെൻറ്റ് വാല്യൂസ് 1ഉം 4ഉം ആണെങ്കിൽ എന്താണ് ആൻസർ, 3ഉം 4ഉം ആണെങ്കിൽ എന്താണ് ആൻസർ, 4ഉം 2 ആണെങ്കിൽ എന്താണ് ആൻസർ, 2ഉം 6ഉം ആണെങ്കിൽ എന്താണ് ആൻസർ. ഇതൊരു സാമ്പിൾ ആണ്. സോ 1ഉം 4ഉം ആണെങ്കിൽ സം എത്രയാണ് 5, അപ്പോൾ ഗുഡ് ടേൺ അല്ല. 3 4 7 7 is greater than 6, so yes. 4 2 6 again no. 2 plus 6 എത്ര 8, സോ ഗുഡ് ടേൺ. സോ ഇവിടെ ഇത് ഒരു സാമ്പിൾ ഇൻപുട്ടാണ്. സോ ഈ കേസിൽ 4 ടെസ്റ്റ് കേസ്, സോ 4 ഇൻപുട്ട് നമുക്ക് കിട്ടും. സോ ബട്ട് ഇവിടെ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ടെസ്റ്റ് കേസസ് എത്ര വരെ വരാം, 1 to 100, അപ്പോൾ അപ് ടു 100 ടെസ്റ്റ് കേസസ് വരെ നമുക്ക് ഈ പറയുന്ന ടിയുടെ വാല്യൂ വരാം. സോ ആൻഡ് എക്സ് ആൻഡ് വൈ ക്യാൻ റേഞ്ച് ബിറ്റ്വീൻ, അതായത് ഷെഫിൻ്റെ ഡൈയുടെ നമ്പർ 1ഉം 6ഉം ഇടയ്ക്കായിരിക്കും. സോ ഈ കൺസ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഗൈസ്. കാരണം നമ്മുടെ ഇതിപ്പോൾ ചെറിയ നമ്പറാണ് ഇവിടെ എക്സും വൈയും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നു, അതൊരു 1 മില്യൺ വരെയൊക്കെ നമുക്ക് 1 മില്യൺ വരെയൊക്കെ ലെങ്ത് ഉള്ള ഒരു അറേ ആണെങ്കിൽ നമുക്കത് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ, അതായത് 2 ലൂപ്പൊക്കെ ഇട്ട് അത് പ്രോസസ്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ചില പ്രോബ്ലംസിൽ അവർ ടൈം കൺസ്ട്രെയിൻസും കൂടി ഇട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ വെറുതെ ഒരു ലോജിക്ക് വെച്ചിട്ട് അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പാസ് ആവത്തില്ല, കാരണം അവർ പറയുന്ന ടൈമിൽ അത് സോൾവ് ആവത്തില്ല. സോ അതൊക്കെ വേറെ കൺസെപ്റ്റാണ്, ടൈം കോംപ്ലക്സിറ്റി. സോ അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. സോ നമുക്ക് ആദ്യം ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, സോ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായി. സോ ഞാൻ പൈത്തൺ വെച്ചിട്ട് സോൾവ് ചെയ്ത് കാണിക്കാം. സോ ഇവരിവിടെ കുറച്ച് ടെംപ്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് പൈത്തൻ്റെ. ഇത് നമുക്ക് ആവശ്യമില്ല, അനാവശ്യമായ സാധനങ്ങളാണ്. സോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഇവർ പറയുന്നത് ഇൻപുട്ട് എടുക്കണം. അതായത് ഫസ്റ്റ് ലൈൻ ഓഫ് ഇൻപുട്ട് വിൽ കണ്ടെയ്ൻ എ സിംഗിൾ ഇൻറ്റിജർ ടി ഡിനോട്ടിംഗ് ദി നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ്. സോ നമുക്ക് ടി ഇൻപുട്ട് എടുക്കാം. സോ പൈത്തൺ വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ പൈത്തൺ ഈ വീഡിയോയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തത്. സോ ടി ഈക്വൽസ് ഇൻപുട്ട്, ഇത്രയേ ഉള്ളൂ പൈത്തണിലൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യാനായിട്ട്. സോ ഇപ്പോൾ ഇൻപുട്ട് എന്ന് അടിച്ചാൽ അത് സ്ട്രിങ് ആയിട്ടായിരിക്കും എടുക്കുക. സോ നമ്മളത് ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യണം. ടി ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എത്ര ടെസ്റ്റ് കേസസ് ഉണ്ട് അത്ര ഇൻപുട്ട്സ് അടുത്ത ലൈനിൽ ഉണ്ടാവുമല്ലോ. അതായത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഈച്ച് ടെസ്റ്റ് കേസ് കണ്ടെയ്ൻസ് 2 സ്പേസ് സെപ്പറേറ്റഡ് ഇൻറ്റിജേഴ്സ്. സോ ഇതുപോലെ ഇനിയിപ്പോൾ ഇത്രയും തവണ നമ്മൾ ഇതുപോലെ ഇൻപുട്ട്സ് എടുക്കണം. 1 4 3 4 4 2 2 6 എന്ന് പറഞ്ഞ ഓരോ ലൈൻ വരും. സോ അത് പൈത്തണിൽ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു സിമ്പിൾ ഫോർ ലൂപ്പ് എഴുതാം. 4i in range t. പൈത്തണിൽ ഈ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4i in range t എന്ന് പറഞ്ഞാൽ t ടൈംസ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇനി t ടൈംസ് നമ്മൾ എന്താണ് എടുക്കേണ്ടത്, ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് 2 സ്പേസ് സെപ്പറേറ്റഡ് ഇൻറ്റിജേഴ്സ്, അതായത് നമ്മുടെ ഷെഫിൻ്റെയും ഡൈസിൻ്റെ വാല്യൂസ്. സോ നമുക്കത് എടുക്കാം. സോ പൈത്തണിൽ ഇതും സിമ്പിളാണ്. സോ നമുക്ക് d1 d2 എന്ന് കൊടുക്കാം അല്ലേ, ഡൈസ് അല്ലേ, അത് മതി. d1 d2 എങ്ങനെയാണ് ഇൻപുട്ട് എടുക്കുന്നത്, മാപ്പ് ഓഫ് എങ്ങനെയാണ് എന്താ സംഭവിക്കുന്നത് പറഞ്ഞുതരാം. ഇൻറ്റ് ഓഫ് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്. സോ ബേസിക്കലി പൈത്തണിൽ ഇൻപുട്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ ഫുള്ള് സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യും. ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിങ് സ്പേസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 2 സ്പേസ് 3 എന്നുള്ള സ്ട്രിങ് ആണെങ്കിൽ 2 3 സ്പേസ് വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു ലിസ്റ്റിൽ 2ഉം 3ഉം വരും. പക്ഷേ ഇത് രണ്ട് സ്ട്രിങ് ആയിരിക്കും, 2 എന്ന് പറയുന്ന സ്ട്രിങ് 3 എന്ന് പറയുന്ന സ്ട്രിങ്. പക്ഷെ നമുക്കിവിടെ ഇൻറ്റീജറായിട്ട് നമ്പറായിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കും. മാപ്പ് എന്താണ് ചെയ്യുന്നത്, ഒരു ലിസ്റ്റിനെ എടുത്തിട്ട് അതിൽ ഓരോ വാല്യൂവിനും ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യും. സോ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ 2ഉം 3 എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ടാവും. അതെടുത്തിട്ട് ഇവിടെ മാപ്പിൽ നമ്മൾ ചെയ്യുന്ന ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്ത് പുതിയൊരു ലിസ്റ്റായിട്ട് വരും. സോ അതാണ് ബേസിക്കലി ഈ ലൈൻ ചെയ്യുന്നത്. സോ d1 ആദ്യം വരുന്നത് 2 സ്പേസ് സെപ്പറേറ്റ് ഇൻറ്റിജേഴ്സ് എക്സ് ആൻഡ് വൈ, ഷെഫ് ആൻഡ് ഷെഫീന കോഡ്. സോ d1 വരുന്നത് ഷെഫിൻ്റെ ഡയയുടെ നമ്പർ, d2 എന്ന് പറയുന്നത് ഷെഫീനയുടെ. സോ എക്സ് ആൻഡ് വൈ തന്നെ ആക്കാതായിരിക്കും കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പം, കാരണം ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് 2 ഇൻപുട്ട് എടുത്തു സക്സസ്ഫുള്ളി. ഇനി ഇത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, വളരെ സിമ്പിൾ പ്രോബ്ലമാണ് ഗൈസ്. എത്ര ടൈം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എങ്ങനെയാണ് ഒരു പ്രോബ്ലം, അതായത് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് പ്ലാറ്റ്ഫോമിൽ സോൾവ് ചെയ്യുന്ന ഇൻപുട്ട് എടുക്കുന്നത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നൊരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്ത് ഞാൻ പറയുന്നത്. സംഭവം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ആൻസർ ഓൾറെഡി കിട്ടി കാണും. സോ ഔട്ട്പുട്ട് ഫോർമാറ്റ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, ഗുഡ് ടേൺ ആണോ അല്ലെന്ന് കണ്ടുപിടിക്കണം. സോ ഗുഡ് ടേൺ എപ്പോഴാണ്, എക്സ് പ്ലസ് വൈ > 6, അത്രയേ ഉള്ളൂ. സോ നമ്മൾ വെറുതെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതും. ഇഫ് എക്സ് പ്ലസ് വൈ
is greater than 6. Python syntax, yeah, print yes, else print no. So ഇവിടെ എന്താണ് നമ്മൾ ചെയ്ത്, സോ നമ്മൾ രണ്ടും ഡൈയുടെ നമ്പർ ആഡ് ചെയ്ത് നോക്കി, ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ടേൺ, അതർവൈസ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടേൺ. സോ ഇത്ര ഉള്ളൂ ഗൈസ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇത് വർക്ക് ആവേണ്ടതാണ്, നമുക്ക് റൺ ചെയ്ത് നോക്കാം. റണ്ണല്ല, വെറുതെ റൺ ചെയ്താൽ നമ്മുടെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റും, ഐ തിങ്ക് സോ. യാ, സോ വെറുതെ നമ്മൾ ഇവിടെ റൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ആവത്തില്ല. അതായത് ആക്ച്വലി അവരുടെ എല്ലാ ടെസ്റ്റ് കേസസിന് അഗെയിൻസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കത്തില്ല. ഇവിടെ തന്നിരിക്കുന്ന ഈ സാമ്പിൾ ഇൻപുട്ട് ഉണ്ടല്ലോ, കസ്റ്റം ഇൻപുട്ട്, സോ ഇതിന് അഗെയിൻസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കും. സോ ഈ കസ്റ്റം ഇൻപുട്ടിൻ്റെ ആൻസറാണ് ഇത്. ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് അറിയണമെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് സബ്മിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ആൻസർ ശരിയാണോ അല്ലേ എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് കാണാം. സോ ഈ തന്നിരിക്കുന്ന ഇൻപുട്ടിൻ്റെ ആൻസർ അല്ല, ഔട്ട്പുട്ട് ഇങ്ങനെ വരും എന്നുള്ളത് നമുക്ക് റൺ അടിക്കുമ്പോൾ കാണാം. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കോഡ് സബ്മിറ്റ് ചെയ്ത് നോക്കാം ശരിയാണോ അല്ലയോ. ഓക്കെ, ക്ലിക്ക് ഓൺ സബ്മിറ്റ്. ഗൈസ്, അങ്ങനെ നമ്മുടെ വളരെ സിമ്പിൾ പ്രോബ്ലം സോൾവ് ആയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് കാണാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. സോ ഇത് നമ്മുടെ എക്സിക്യൂഷൻ ടൈമാണ്, അതായത് 0.02 മില്ലി സെക്കൻഡ്. യൂണിറ്റ് എനിക്കറിയില്ല, ബട്ട് ബേസിക്കലി ഇത് ചെറിയ പ്രോബ്ലം ആയതുകൊണ്ട് അത് റെലവൻ്റ് അല്ല. ബട്ട് വലിയ പ്രോബ്ലംസ്, വലിയ ഇൻപുട്ട് റേഞ്ച് ഉള്ള ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് വരുമ്പോൾ ടൈം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അവർ പറയുന്ന കൺസ്ട്രെയിനുകളിൽ നമ്മുടെ സൊല്യൂഷൻ സോൾവ് ആയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ പാസ് ഇത് കിട്ടത്തില്ല. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. ഇത്ര സിമ്പിളാണ് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ. സോ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിൾ പ്രോബ്ലം എടുത്ത്. സോ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഇനിയും മോർ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് എടുത്ത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ കോഡ് ഷെഫിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോഴും കോളേജിലാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കൂടുതൽ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ചെയ്യുക. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലേസ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് കോഡിംഗ് പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ,